உற்சாகத்துடன் நான் உமக்கு பலியிடுவேன். கர்த்தாவே, உமது நாமத்தை துதிப்பேன், அது நலமானது. சங்கீதம் 54:6. I will freely sacrifice unto thee. I will praise thy name, O Lord, for it is good. Psalms 54:6. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே மீண்டும் ஒருமுறை கூட God Goes Ministries மூலமாக இந்த கால வேளையில் உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். ஆண்டவருடைய பெரிதான கிருபையினாலே 6 மாதங்களை கடந்து 7வது மாதத்தினை காண செய்த தேவனுக்கு கோடான கோடி ஸ்தோத்திரமும் கனமும் மகிமையும் உண்டாவதாக. கடந்த நாட்களிலே தேவனாகிய கர்த்தர் நாம் அனுபவித்த பாடுகளை அறிந்திருக்கிறார். அதை தாங்க பலனையும் தந்திருக்கிறார். அதனால் உண்டான மகிமையையும் மேன்மையையும் வரப்போகிற நாட்களில் நமக்கு நிச்சயமாக உண்டாக போகிறது. நம்முடைய சூழ்நிலைகள், தனிப்பட்ட வாழ்க்கையில் இருக்கிற நெருக்கங்கள் ஒரு விதத்தில் அழுத்தி கொண்டிருக்கலாம். ஆனாலும் தேவனுடைய வார்த்தை சொல்லுகிறபடியே கர்த்தர் ஏற்ற காலத்தை வைத்திருக்கிறார். அந்த ஏற்ற காலத்தை இந்த நாட்களிலே நாம் நிச்சயம் காணப்போகிறோம். என்னோடு சேர்ந்து தேவனை நம்பி அவருடைய நாமத்தினாலே காத்திருங்கள், நிச்சயம் வெற்றி சிறப்போம். கர்த்தருடைய முழுமையான ஆசீர்வாதங்களை பரிபூர்ணமாக பெற்றுக்கொள்ள நீங்கள் ஆயத்தமுள்ளவர்களாக இருப்பீர்கள் என்று விசுவாசிக்கிறேன். கர்த்தர் தாமே இந்த மாதத்திலே நம்மையும் நம் குடும்பத்தினரையும் வெற்றி சிறக்க செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയ ദാസൻ രഞ്ജിത് ഷാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർകൾക്കും ഈ സന്ദേശം ജനഹൃദയങ്ങളിൽ, നവമാധ്യമങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആലേഫ് ജോൺ റൈസ് അവർകൾക്കും ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ നമ്മുടെ ജീവിതം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് ഒരിക്കൽ യെരിഹോ പട്ടണത്തിലെത്തി. ആ യെരിഹോ പട്ടണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ, സാധാരണ ഭിക്ഷക്കാരനല്ല, അന്ധനായ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഭിക്ഷയാചിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും സമാനമായ സംഭവം നമ്മൾ കാണുകയാണ്. മത്തായി എഴുതിയ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 കുരുടന്മാർ എന്നാണ്. എന്നാൽ മർക്കോസിലും ലൂക്കോസിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 കുരുടൻ എന്നാണ്. നാം ഇവിടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കുരുടനായ മനുഷ്യനാണ്.
അന്ധത. അന്ധത ഇരുട്ടിനെയാണ് കാണിക്കുന്നത്. അന്ധത ശൂന്യതയാണ് കാണിക്കുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ ഒരു അന്ധനായിരുന്നു. അന്ധർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്ധന്മാർക്ക് പകലും രാത്രിയുമില്ല. കാഴ്ചയുള്ള മനുഷ്യർക്കാണ് പകലും രാത്രിയുമുള്ളത്. അന്ധർ പകലും രാത്രിയും ഒരുപോലെ സഞ്ചരിക്കുന്നവരാണ് അന്ധർ. നമ്മുടെ ജീവിതത്തിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അന്ധനായിരിക്കണം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ കാഴ്ചയുള്ളവരായിരിക്കണം, ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം, ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം. ലോകത്തിന്റെ മുൻപിൽ, പാപത്തിന്റെ മുൻപിൽ, ലോകമോഹങ്ങളുടെ മുൻപിൽ നമ്മൾ അന്ധരായി തന്നെ ജീവിക്കണം. അടുത്ത ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ മനുഷ്യൻ ഭിക്ഷക്കാരനാണ്, ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യനാണ്, എപ്പോഴും യാചിച്ച് യാചിച്ച് ശീലമുള്ള ഒരു മനുഷ്യനാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന സ്വരത്തിലും കരുണ തോന്നുന്ന പെരുമാറ്റത്തിലും ആ മനുഷ്യൻ യാചിച്ച്, ആ യാചക ജീവിതത്തിൽ ലഭിക്കുന്ന തുച്ഛമായ സാമ്പത്തികം കൊണ്ടാണ് ആ മനുഷ്യൻ ദൈനംദിന ജീവിതം നയിച്ചിരുന്നത്. ആ മനുഷ്യന് ബന്ധുക്കളോ സ്വന്തക്കാരോ ഉള്ളതായി നാം ഇവിടെ കാണുന്നില്ല. സാധാരണക്കാർക്ക് ബന്ധുക്കളില്ല, അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്പന്നരായവർക്ക് കൂട്ടം കൂടുവാനും ബന്ധു എന്ന് പറയുവാനും നിരവധി പേർ വരും. ബന്ധു അല്ലെങ്കിൽ പോലും ബന്ധുവാണെന്ന് നടിച്ചു കൊണ്ടുവരും. എന്നാൽ ഒരു സാധാരണക്കാരൻ, അതും ദരിദ്രത്തിൽ ജീവിക്കുന്നവൻ, അതും ഒരു ഭിക്ഷക്കാരനായ മനുഷ്യനെ എൻ്റെ ബന്ധുവെന്ന് പറഞ്ഞ് തോളിലേറ്റുവാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ആരും ഉണ്ടാകയില്ല. എല്ലാവരും അറപ്പോടെ മാത്രമേ കാണുകയുള്ളൂ. ഏത് സ്ഥലത്ത് പോയിരുന്നാലും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെടുന്ന, വെറുപ്പോടെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടും ലോകം നമ്മെ മാറ്റി നിർത്താറുണ്ട്, അല്ലേ? ലോകം നമ്മെ ഒതുക്കി നിർത്താറുണ്ട്. വെറുപ്പോടെ കാണുന്നവരുണ്ട്. കർത്താവിനെ ആരാധിക്കുന്നത് കാരണം, നമ്മുടെ ജീവിതചക്രം നാം പരാജയമെന്ന് പറയുന്ന ദിശയിലൂടെ സഞ്ചരിക്കുന്നത് കാരണം മനുഷ്യർ നമ്മെ ഒതുക്കി നിർത്താറുണ്ട്. എന്നാൽ ഒന്ന് പറയട്ടെ, ലോകം നമ്മെ ഒതുക്കി നിർത്തിയാലും, മനുഷ്യർ നമ്മെ ആട്ടിക്കളഞ്ഞിരുന്നാലും, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് നമ്മോട് ഇൻപമായി നമ്മോട് പറയുന്ന, നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്ന ആ മനോഹരമായ തേനിനേക്കാൾ മധുരമുള്ളതായ ആ സ്വരം ഈ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. ലോകത്തോട് നമുക്ക് യാചിക്കേണ്ട, അപേക്ഷിക്കേണ്ട, കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. പ്രിയരെ, ഈ ശബ്ദം കേൾക്കുന്ന അനേക ദൈവമക്കൾ, അനേക പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ മുൻപിൽ, മനുഷ്യരുടെ മുൻപിൽ കഴിഞ്ഞ നാളുകളിൽ യാചിച്ചിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്, തലവണങ്ങി നിന്നിട്ടുണ്ട്, കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു മറുപടി ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് സത്യം. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നാം പ്രാർത്ഥന വിഷയവുമായി കടന്നു വരുമ്പോൾ കർത്താവ് നമുക്ക് മറുപടി നൽകി തരുന്ന ദൈവമാണ്. കർത്താവിൻ്റെ മുൻപിൽ മുഴങ്കാലും അടക്കുന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെ മുൻപിൽ മുഴങ്കാലും അടക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. എത്ര ശ്രേഷ്ഠനായ ദൈവം, എത്ര നല്ലവനായ ദൈവം. ആ മനുഷ്യൻ യേശു വരുന്നു എന്ന വാർത്ത കേൾക്കുകയാണ്. വ്യർത്ഥമായി യേശു ഇതുവഴി വരുന്നു എന്ന് കേൾക്കുകയാണ്. ഇന്ന് നവമാധ്യമങ്ങളിലൂടെയും സഭകളിലൂടെയും പരസ്യ യോഗങ്ങളിലൂടെയും
യേശുക്രിസ്തുവിനെ വളരെ മനോഹരമായി ദൈവദാസന്മാർ, ദൈവമക്കൾ പരിചയപ്പെടുത്താറുണ്ട്. നവമാധ്യമങ്ങളിലൂടെയും ട്രാക്റ്റുകളിലൂടെയും വേദപുസ്തകത്തിലൂടെയും യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താറുണ്ട്. യേശുക്രിസ്തു ആണെന്ന് കേട്ടിട്ടും കണ്ടിട്ടും ലോകത്തിലുള്ള മോഹങ്ങളെ ഇച്ഛിച്ച്, ലോകത്തെ ഇഷ്ടപ്പെട്ട്, പാപസ്വാതന്ത്ര്യം ആസ്വദിച്ച് ഒരു കൂട്ടം പേർ ഓടുന്നത് നാം വളരെ വേദനാജനകമായാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ബർത്തിമായി ആകട്ടെ, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. പലരും അവനെ ശാസിക്കുന്നു. മിണ്ടാതിരിക്കടാ, നീ വിളിക്കാതിരിക്കടാ, ശാസിക്കുകയാണ്. യേശുവിനെ വിളിക്കുമ്പോൾ ലോകം ശാസിക്കും. ലോകത്തിന് ഇഷ്ടമില്ല. കാരണം നാം യേശുവിനെ വിളിച്ചാൽ ഉറപ്പായും മറുപടി ലഭിക്കും. ലോകം ആഗ്രഹിക്കുന്നത് അന്ധനായി, ഭിക്ഷക്കാരനായി, സാധാരണ കേവല ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഈ സാധാരണക്കാരൻ്റെ നിലവിളി കണ്ടിട്ട് കർത്താവിന് ആ സ്ഥലം വിട്ടുപോകുവാൻ, അവനെ വിട്ടുപോകുവാൻ കർത്താവിന് മനസ്സായില്ല. നമ്മുടെ ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കാത്തൊരു സാധാരണക്കാരായിരിക്കാം നമ്മൾ. ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവരായിരിക്കാം. മറ്റുള്ളവർ നമ്മെ വെറുപ്പോടെയായിരിക്കാം നോക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ തെറ്റുകാരാണെന്ന് മുദ്രകുത്തി ആസ്വദിച്ച് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവുണ്ടല്ലോ, നമ്മെ വിട്ടുപോകാത്തവൻ. പലരും പലരുടെയും വാക്ക് കേട്ട് നമ്മെ വിട്ടുപോയ സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ പല കാരണങ്ങളാൽ, അത് യാഥാർത്ഥ്യമായ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പൊള്ളയായ കള്ളത്തരങ്ങൾ കാരണമായിരിക്കാം പലരും നമ്മെ വിട്ടുപോയത്. എന്നാൽ നാം കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് വിട്ടുപോകാത്തൊരു കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. കർത്താവ് വേഗത്തിൽ ആ മനുഷ്യനെ കർത്താവിൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. അവൻ ഓടി യേശുവിൻ്റെ അരികിലേക്ക് വന്നു. അവൻ ഓടുന്നത് എപ്രകാരമാണെന്ന് അതിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. ഉടനെ അവൻ പുതപ്പ് കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു യാചകനാണെന്ന പരിവേഷം നൽകിയ, ഒരു ഭിക്ഷക്കാരനാണെന്നും അന്ധനാണെന്നും സാധാരണക്കാരനാണെന്നും ഇവൻ ഒന്നുമില്ലാത്തവനാണെന്നും തെളിയിച്ച ആ കീർത്തുന്നിയ, മുഷിഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന ആ പുതപ്പിനെ അവൻ കുടഞ്ഞു കളഞ്ഞു. എനിക്കിനി ഈ പരാജയത്തിൻ്റെ പുതപ്പ് വേണ്ട. അവൻ പുതപ്പ് ഇട്ടുകളഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. ദൈവമക്കളെ, നമ്മൾ ഏതിൽ വീണ് കിടക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നാം തിരിച്ചറിഞ്ഞ് ചാടി എഴുന്നേൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, ഞാൻ എൻ്റെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ഈ നിലവാരത്തിൽ തന്നെ എൻ്റെ ജീവിതയാത്ര മുൻപോട്ട് പോകട്ടെ. എന്നായിരുന്നാലും കർത്താവിനെ വിളിക്കുന്നതിന് മുൻപ് എനിക്ക് ഏറ്റുപറയുവാൻ ഒരു അവസരമുണ്ടാകും. അപ്പോൾ ഞാൻ ഏറ്റുപറയാം. ഇല്ല, ഒരിക്കലുമില്ല. ദൈവമക്കളെ, താങ്കൾ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ പ്രിയ ദൈവപൈതലേ, ക്രിസ്തുവിൽ പ്രിയരെ, താങ്കൾ ഈ പ്രഭാതത്തിൽ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ, ഒരു രാത്രി ഉറക്കത്തിൽ മയങ്ങി പ്രഭാതത്തിൽ നാം ഉണർന്നില്ല എങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നാം യാത്ര ചെയ്യുമ്പോൾ നിമിഷനേരം കൊണ്ട് ഒരു സൈലന്റ് അറ്റാക്കായി കടന്നു വരുന്നുവെങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? ഒരപകടമോ ഒരാപത്തോ വേഗത്തിൽ നിമിഷനേരം കൊണ്ട് ഒരു പാപക്ഷമ പ്രാപിക്കുവാനുള്ള സമയം പോലും നൽകിത്തരാതെ നമ്മെ കവർന്നെടുത്താൽ നമ്മുടെ നിത്യത എവിടെ? ഈ പ്രഭാതത്തിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. പാപത്തെ കുടഞ്ഞു കളയാം. പാപത്തെ കുടഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേൽക്കാം. വീണ് കിടക്കുന്നിടത്ത് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെത്താം. കർത്താവ്
ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിന്റെ ആവശ്യം എന്താണ്? നീ എന്നോട് പറക. ഈ മനുഷ്യൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബൂനി, എൻ്റെ റബ്ബി, എൻ്റെ ഗുരുവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവ് അവനോട് പറയുകയാണ്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് അവനെ ആശ്വസിപ്പിച്ചു. അവനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായമില്ലാതെ വേഗത്തിൽ നിമിഷ നേരം കൊണ്ട് അന്ധത കാഴ്ചയുള്ളതായി മാറി. തിമിരമായ കണ്ണുകൾ കാഴ്ചയുള്ളതായി തീർന്നു. ഒരിക്കലും കാഴ്ച പ്രാപിക്കുകയില്ല എന്ന് ലോകം വിധി എഴുതിയപ്പോൾ, ഭിക്ഷാടന തൊഴിലിൽ മാത്രമേ ജീവിതം അവസാനിക്കുകയുള്ളൂ എന്ന് സ്വയം വിധി എഴുതിയപ്പോൾ, അവനെ തേടി യെരിഹോവിലെത്തി അവനെ സൗഖ്യമാക്കി. ഓർക്കണമേ, ഒരു കാര്യം നാം ഇവിടെ മറക്കരുത്, ഒരു കാര്യം ചിന്തിക്കാതെ പോകരുത്. കർത്താവ് അവനോട് പറഞ്ഞു, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവൻ കർത്താവിൻ്റെ വാക്ക് കേട്ട ഉടനെ അവൻ്റെ കുടുംബത്തിലേക്കോ ആട്ടിക്കളഞ്ഞവരിലേക്കോ ഒതുക്കി നിർത്തിയവരിലേക്കോ അല്ലെങ്കിൽ മറ്റു ലോകത്തിലേക്കോ അവൻ ഓടിയില്ല. ലോകത്തെ കാണുവാൻ, പാപത്തെ കാണുവാൻ അവൻ ഓടിയില്ല. അവൻ കാഴ്ച പ്രാപിച്ചു, യേശുവിനെ അനുഗമിച്ചു. ഈ പ്രഭാതത്തിൽ പ്രിയരെ, നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ജീവിതയാത്ര അവസാനിക്കുന്ന നിമിഷം വരെ, ഈ മൺകൂടാരത്തോട് ആത്മാവ് വിട പറയുന്ന നിമിഷം വരെ, കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുന്ന നിമിഷം വരെ, നിത്യതയിൽ മറയുന്ന നിമിഷം വരെ കർത്താവിനെ മാത്രം നമുക്ക് അനുഗമിക്കാം. പാപത്തെ അനുഗമിക്കാതെ, ലോകത്തെ അനുഗമിക്കാതെ, ലോകമോഹങ്ങളെ അനുഗമിക്കാതെ, നൈമിഷിക സുഖങ്ങളെ അനുഗമിക്കാതെ ക്രിസ്തുവിനെ മാത്രം നമുക്ക് അനുഗമിക്കാം. ക്രിസ്തുവിനെ മാത്രം അനുഗമിച്ച് ഈ യാത്ര ക്രിസ്തുവിൽ തന്നെ തികയ്ക്കാം. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. വചനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്പാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ പലപ്പോഴും യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും രുചിച്ചറിഞ്ഞിട്ടും യേശുവിൽ ജീവിച്ചിട്ടും ഞങ്ങൾ അകന്നുപോയിട്ടുണ്ട്. എന്നാൽ ബർത്തിമായിയെ പോലെ കേട്ടയുടനെ നിലവിളിക്കുവാനും അടുത്തു വരുവാനുള്ള ആഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരണം. അങ്ങയോട് അടുത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബർത്തിമായി പുതപ്പ് കുടഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേറ്റതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെടുത്തുന്ന പല പുതപ്പുകളും ഞങ്ങൾ മൂടിയിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ അതിനെ കുടഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീക ഉൾക്കാഴ്ചയില്ലാതെ ഇരുളിൽ തപ്പിത്തടയുകയാണ്. ഈ പ്രഭാതത്തിൽ ആത്മീക ഉൾക്കാഴ്ചയുള്ളവരായി, ആത്മീക ദർശനമുള്ളവരായി ഞങ്ങൾ തീരുവാൻ, ഞങ്ങളുടെ അകത്തെ കണ്ണുകൾ പ്രകാശിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ജീവിതയാത്ര അവസാനിക്കുന്ന നാൾ വരെ അങ്ങയെ അനുഗമിക്കുവാൻ, അങ്ങയുടെ വരവെങ്കിലോ അതല്ല എങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ആയുസ് തികച്ച് ക്രിസ്തുവിൽ മറയുന്ന നിമിഷം വരെ ക്രിസ്തുവിനെ മാത്രം അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
നല്ല വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വചനത്തിൽ കൂടെ ഞങ്ങൾ വിടുതലും സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ചിരിക്കയാൽ സ്തോത്രം. ഈ ശ്രോതാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു മാനിച്ചിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ടുത്തരമരുളണം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ
നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയ